കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള 30 MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. HSA നാച്ചുറൽ സയൻസ്, KTET നാച്ചുറൽ സയൻസ്, സെറ്റ് സുവോളജി എന്ന എക്സാംസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അല്ലേ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനുമായി ബന്ധപ്പെട്ട കുറച്ച് സബ് ടോപ്പിക്സും അതിനെ ബേസ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം തന്നെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ഞാൻ പറയും. അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് നോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം എന്ന രീതിയിലാണ് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു സെൽഫ് അസസ്മെൻറ്റിനും അവരുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ വീഡിയോ. ഇനി പഠിക്കാനുള്ളവരാണെങ്കിൽ ഈ ടോപ്പിക്കൊക്കെ ഇനിയും കവർ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നെഗറ്റീവ് മാർക്ക് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം മോക്ക് ടെസ്റ്റുകൾ സഹായിക്കും. നമുക്കറിയാമല്ലോ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഡെയിലി 2 ടെസ്റ്റ് വീതം അപ്ലോഡ് ചെയ്യണമെന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഹോർമോൺ പ്രൊമോട്ട്സ് ഗ്ലൈക്കോജെനസിസ്? വിച്ച് ഹോർമോൺ പ്രൊമോട്ട് ഗ്ലൈക്കോജെനസിസ്? ഓപ്ഷൻസ് വരുന്നത് ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ, അഡ്രിനാലിൻ, കോർട്ടിസോൾ. ഗ്ലൈക്കോജെനസിസ് ഏത് ഹോർമോണാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. നമുക്ക് ലാസ്റ്റ് 30 ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും പറഞ്ഞതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ബ്രേക്ക് ഡൗൺ ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സ്. ഓപ്ഷൻസ് വരുന്നത്, ഓപ്ഷൻ എ ഗ്ലൈക്കോജെനസിസ്, ബി ഗ്ലൈക്കോലൈസിസ്, സി ഗ്ലൈക്കോജീനോലൈസിസ്, ഡി ഗ്ലൂക്കോനിയോജെനസിസ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലിസിസ്? എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലിസിസ്. ഓപ്ഷൻ എ പൈറുവേറ്റ്, ബി അസറ്റൈൽ കോഎൻസൈമ്, സി ഗ്ലൂക്കോസ്, ഡി സിട്രേറ്റ്. ഇത് 3 എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോലൈസിസ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where does glycolysis occur in the cell? Where does glycolysis occurs in the cell? Option nucleus, cytoplasm, mitochondrial matrix, D endoplasmic reticula. Next question, fifth question, which enzyme convert glucose to glucose 6 phosphate? Option hexokinase, B phosphofructokinase, D aldolase, D pyruvate kinase. സ്പീഡ് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഓപ്ഷൻസ് ഹെക്സോകൈനസ്, ഫോസ്ഫോഫ്രാക്ടോകൈനസ്, സി ആൾഡലേസ്, ഡി പൈറുവേറ്റ് കൈനേസ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഓഫ് ഗ്ലൈക്കോലിസിസ്? ഓപ്ഷൻ ഹെക്സോകൈനേസ്, ബി ആൾഡലേസ്, സി ഫോസ്ഫോഫ്രാക്ടോകൈനേസ് 1, ഡി ഇനോലേസ്. വിച്ച് ഈസ് ദ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഓഫ് ഗ്ലൈക്കോലിസിസ്. The next 7th question വരുന്നത്, what is the net ATP gain from glycolysis per glucose molecule? What is the net ATP gain from glycolysis per glucose molecule? Option A 4, B 2, C 6, 8, D 8. Glycolysis per glucose molecule വരുന്ന ATP. Next question, which coenzyme is required for pyruvate dehydrogenase activity? Options A vitamin B12, B thiamine, C vitamin D, D vitamin A. Ninth question, which enzyme convert phosphoenol pyruvate to pyruvate? Phosphoenol pyruvateനെ pyruvate ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. ഓപ്ഷൻസ് എ ഇനോലേസ്, ബി പൈറുവേറ്റ് കൈനേസ്, സി ഹെക്സോകൈനേസ്, ഡി phosphoglycerate kinase. 10th question, which compound combines with the acetyl coenzyme A to form citrate in TCA cycle? Option A fumarate, B succinyl coenzyme A, C oxaloacetate, D malate. 11th question, the Krebs cycle occur in which part of the cell? Option A cytoplasm, B inner mitochondrial membrane, C mitochondrial matrix, D nucleus. Krebs cycle occurs in which part of the cell? 12th question, the Krebs cycle produces how many NADH per glucose? Option A 4, B 2, C 3, D 6.
13th question. How many ATP molecules are generated by one NADH in ETC, electron transport chain? Option A1, B2, C3, D4. 14th question. FADH2 donate electrons to which ETC complex? Option A complex 1, B complex 3, C complex 2, D complex 4. FADH2 donates electron to which ETC complex? 15th question. Which process convert glucose into glycogen? Options A Glycogenolysis, B Glycolysis, C Glycogenesis, D Gluconeogenesis. 16th question. How many ATPs are formed from complete aerobic oxidation of one glucose molecule? How many ATPs are formed? Option A 24, B 28, C 30 to 32, D 36 to 38. 17th question. Which hormone activates glycogenolysis? Option A insulin, B estrogen, C glucagon, D thyroxine. 18th question. The ETC, electron transport chain, take place in? Option A cytoplasm, B mitochondrial matrix, C inner mitochondrial membrane, D outer mitochondrial membrane. 19th question. Which complex of electron transport chain is known as ATP synthase? Which complex is known as ATP synthase? Option A complex 1, B complex 3, C complex 4, D complex 5. 20th question. The function of glycogen synthase is to? Option A break down glycogen, B synthesize glucose, C form glycogen from glucose, D activate glycolysis. 21. Which step in glycolysis produce ATP directly? Which step in glycolysis produce ATP directly? Option A hexokinase, B phosphoglycerate kinase, C aldolase, D phosphofructokinase. 22. The final electron acceptor in the electron transport chain is? Option A CO2, option B NAD+, C FAD, D O2. 23. Which intermediate in glycolysis is a 3-carbon compound? Option A glucose, B fructose 1,6-biphosphate, C pyruvate, D glucose 6-phosphate. 24. Glycogen is stored mainly in? Option A kidney and pancreas, B brain and heart, C liver and skeletal muscle, D bone and blood. 25. During which step in TCA cycle is GTP produced? GTP produced. Option A citrate to isocitrate, option B alpha ketoglutarate to succinyl coenzyme A, option C succinyl coenzyme A to succinate, option D malate to oxaloacetate. Question വരുന്നത് during which step of TCA cycle is GTP produced? 26. Which glycolytic enzyme cleaves fructose 1,6-biphosphate into 2 3-carbon sugars? Option A aldolase, B enolase, C isomerase, D kinase. 27. The enzyme lactate dehydrogenase function is? Option A glycogenesis, option B anaerobic glycolysis, option C glycogenolysis, D electron transport. 28. The main purpose of ETC is to? Option A produce lactic acid, B synthesize protein, option C generate ATP, option D break down glycogen. 29th question. Which enzyme links glycolysis to the Krebs cycle? Options. Option A lactate dehydrogenase, B citrate synthase, C pyruvate dehydrogenase, D isocitrate dehydrogenase. Okay, next question.
What happens to NADH in the ETC? What happens to NADH in electron transport chain? Options: A. Becomes NAD plus and release electron. B. Converted into ATP. C. Oxidized to CO2. D. Form glucose. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. നിങ്ങളിതിൻ്റെ ആൻസേഴ്സൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഹോർമോൺ പ്രൊമോട്ട് ഗ്ലൈക്കോജനസിസ്? ഓപ്ഷൻ ഇൻസുലിൻ ആണ്. നമുക്കറിയാമല്ലോ, ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈക്കോജനസിസിനെ സപ്പോർട്ട് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ബ്രേക്ക് ഡൗൺ ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ്? ഓപ്ഷൻ വരുന്നത് ഗ്ലൈക്കോജീനോലൈസിസ് ആണ്. ഗ്ലൈക്കോജീനോലൈസിസ്, ഓപ്ഷൻ സി. തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, പൈറുവേറ്റ് ആണ്. എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ് വരുന്നത് ഓപ്ഷൻ എ, പൈറുവേറ്റ് ആണ്. 4 വരുന്നത് വെയർ ഡേസ് ഗ്ലൈക്കോളിസിസ് ഒക്കേഴ്സ് ഇൻ സെൽ? ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് നമുക്കറിയാം സൈറ്റോപ്ലാസത്തിലാണ്, സെൽ സൈറ്റോപ്ലാസത്തിൽ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, സെൽ സൈറ്റോപ്ലാസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് എൻസൈം കൺവേർട്ട് ഗ്ലൂക്കോസ് ടു ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്? ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഹെക്സോകൈനേസ് ആണ്. ഹെക്സോകൈനേസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം. വിച്ച് ഈസ് ദ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഓഫ് ഗ്ലൈക്കോളിസിസ്? ഓപ്ഷൻ സി, ഫോസ്ഫോഫ്രാക്ടോകൈനേസ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. റേറ്റ് ലിമിറ്റിംഗ് എൻസൈം ഓഫ് ഗ്ലൈക്കോളിസിസ് വരുന്നത് ഫോസ്ഫോഫ്രാക്ടോകൈനേസ്. ദെൻ വാട്ട് ഈസ് ദ നെറ്റ് ATP? ഗ്ലൈക്കോളിസിസ് പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ 2 ATP മോളിക്യൂളാണ് ഗ്ലൈക്കോളിസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ B2 ആണ് ആൻസർ വരുന്നത്. വിച്ച് കോഎൻസൈം ഈസ് റിക്വയർഡ് ടു പൈറുവേറ്റ് ഡിഹൈഡ്രോജനേസ് ആക്ടിവിറ്റി? ഓപ്ഷൻ ബി, വൈറ്റമിൻ B1. തൈമിൻ ആണ് ഇതിനാവശ്യമായിട്ട് വരുന്ന എൻസൈം, കോഎൻസൈം വരുന്നത്. വിച്ച് എൻസൈം കൺവേർട്ട് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ടു പൈറുവേറ്റ്? പൈറുവേറ്റ് കൈനേസ്. ഓപ്ഷൻ ബി, പൈറുവേറ്റ് കൈനേസ് ആണ് ആൻസർ വരുന്നത്. വിച്ച് കോമ്പൗണ്ട് കമ്പൈൻ അസിറ്റൈൽ കോഎൻസൈം എ ടു ഫോം സിട്രേറ്റ് ഇൻ TCA സൈക്കിൾ? ഓപ്ഷൻ സി, ഓക്സാലോ അസിറ്റേറ്റ് ആണ്. എന്തിൻ്റെ ആൻസർ? 10th ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓക്സാലോ അസിറ്റേറ്റ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റിൽ Krebs cycle. The Krebs cycle occurs in which part of the cell? മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ് Krebs cycle നടക്കുന്നത്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലും Krebs cycle മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലാണ് നടക്കുന്നത്. ദെൻ Krebs cycle ഹൗ മെനി NADH പെർ ഗ്ലൂക്കോസ്? ഓപ്ഷൻ ഡി, 6 ആണ് ഇതിൻ്റെ ആൻസർ. 6 NADH പെർ ഗ്ലൂക്കോസ് ആണ് വരുന്നത്. എത്ര ATP ആണ് 1 NADH ഇൻ ETC? 1 NADH ഇൻ ETCയിൽ വരുന്നത് സി, ഓപ്ഷൻ സി, 3 ആണ് വരുന്നത്. ഹൗ മെനി ATP മോളിക്യൂൾസ് ആർ ജനറേറ്റഡ് ബൈ 1 NADH ഇൻ ദ ETC? ഓപ്ഷൻ സി, 3 ആയിരിക്കും ആൻസർ. FADH2 ഡൊണേറ്റ് ഇലക്ട്രോൺ ടു വിച്ച് ETC കോംപ്ലക്സ്? കോംപ്ലക്സ് 2 ആണ്. ഓപ്ഷൻ സി, കോംപ്ലക്സ് 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 14ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി, കോംപ്ലക്സ് 2. 15th ക്വസ്റ്റ്യൻ വരുന്നത് കൺവേർട്ട് ഗ്ലൂക്കോസ് ഇൻ ടു ഗ്ലൈക്കോജൻ? ഗ്ലൈക്കോജെനിസിസ് നമുക്കറിയാം അല്ലേ, ഗ്ലൈക്കോജെനിസിസ് ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് വരുന്നത്. 16th ക്വസ്റ്റ്യൻ്റെ വരുന്നത് ഹൗ മെനി ATPs ആർ ഫോംഡ് ബൈ കംപ്ലീറ്റ് എയറോബിക് ഓക്സിഡേഷൻ ഓഫ് 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ? ഓപ്ഷൻ ഡി, 36 to 38 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 17th ക്വസ്റ്റ്യൻ വിച്ച് ഹോർമോൺ ആക്ടിവേറ്റ് ഗ്ലൈക്കോജീനോലൈസിസ്? ഓപ്ഷൻ സി, ഗ്ലൂക്കഗോൺ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഗ്ലൈക്കോജീനോലൈസിസ്, ഗ്ലൂക്കഗോൺ. ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 18 ദ ETC ടേക്ക് പ്ലേസ് ഇൻ? ഓപ്ഷൻ സി, ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന നടക്കുന്നത് ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിലാണ്. 19th ക്വസ്റ്റ്യൻ വിച്ച് കോംപ്ലക്സ് ഓഫ് ETC ഈസ് നോൺ ആസ് ATP സിന്തേസ്? ഓപ്ഷൻ ഡി, കോംപ്ലക്സ് 5 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ETC ഈസ് നോൺ ആസ് ATP സിന്തേസ്. ഓപ്ഷൻ ഡി, കോംപ്ലക്സ് 5. 20th ക്വസ്റ്റ്യൻ ദ ഫങ്ഷൻ ഓഫ് ഗ്ലൈക്കോജൻ സിന്തേസ് ഈസ് ടു? ഓപ്ഷൻ സി, ഫോം ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജൻ സിന്തേസിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ഫോം ഗ്ലൈക്കോജൻ ഫ്രം ഗ്ലൂക്കോസ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
21st ക്വസ്റ്റ്യൻ്റെ 21ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ടൈപ്പ് ഓഫ് ഗ്ലൈക്കോളിസിസ് പ്രൊഡ്യൂസ് ATP ഡയറക്ട്ലി? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫോസ്ഫോഗ്ലിസറേറ്റ് കൈനേസ് ആണ് വരുന്നത്. നെക്സ്റ്റ് ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഇൻ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആണ് ഓപ്ഷൻ ഡി O2. ഓക്സിജൻ ആണ് ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. 23rd question ആണ്. Which intermediate of glycolysis is a 3-carbon compound? ഓപ്ഷൻ സി പൈറുവേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 24 glycogen is stored mainly in ഓപ്ഷൻ സി liver and skeletal muscle. 5th question, during which step of TCA cycle is GTP produced? ആൻസർ വരുന്നത് ഓപ്ഷൻ സി സസനിൽ കോഎൻസൈം A to സസനേറ്റ്, ആ ഒരു സ്റ്റെപ്പിലാണ് വരുന്നത്. 26th, which glycolytic enzyme cleaves fructose 1,6-biphosphate into 3-carbon sugars? Which glycolytic enzyme cleaves fructose 1,6-biphosphate into 2 3-carbon sugars? ഓപ്ഷൻ എ ആൽഡോലൈസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 27, the enzyme lactate dehydrogenase function in ഓപ്ഷൻ ബി അനൈറോബിക് ഗ്ലൈക്കോളിസിസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി അനൈറോബിക് ഗ്ലൈക്കോളിസിസ്. 28, the main purpose of ETC is to ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ജനറേറ്റ് ATP. The main purpose of ETC പറയുന്നത് ഓപ്ഷൻ സി ജനറേറ്റ് ATP. 29th question, which enzyme links glycolysis to the Krebs cycle? ഓപ്ഷൻ സി പൈറുവേറ്റ് ഡിഹൈഡ്രോജിനേസ് ആണ് ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു NADH ഇൻ ദ ETC? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബിക്കം NAD+ ആൻഡ് റിലീസ് ഇലക്ട്രോൺ. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള മോക്ക് ടെസ്റ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അതനുസരിച്ച് നമ്മളുടെ വീഡിയോസിൽ ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.